നാട്ടുകൾ വിഷന്റെ ന്യൂസ് at 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. KSSPA മണ്ണാർക്കാട് വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷവും KSSPAയിലെ മുതിർന്ന വനിതാംഗങ്ങളെയും ആദരിച്ചു. വാർത്ത വിശദമായി. വനിതാ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം പോൾ പി ആലിസ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം പ്രസിഡന്റ് ചിത്ര ഡി നായർ അധ്യക്ഷയായി. യോഗത്തിൽ അസിസ് ഭീമനാട് മുഖ്യപ്രഭാഷണം നടത്തി. വി സുകുമാരൻ, KG ബാബു, അച്ഛൻ മാത്യു, K വേണുഗോപാൽ, ബാലഗോപാൽ, A അസൈനാർ, A ശിവദാസൻ, ഗിരീഷ്, ശാന്തമ്മ ടീച്ചർ, പ്രേമാവതി, മോളി ലൂക്കോസ്, രാജലക്ഷ്മി, പ്രേമകുമാർ, സൈമൺ ജോർജ്, ബഷീർ, ഗോപാലകൃഷ്ണൻ, സുഭദ്ര എന്നിവർ പ്രസംഗിച്ചു. ആചരിക്കുന്നതിന് വേണ്ടി വനിതാ ദിനം ആദ്യമായി മാർച്ച് 8-നാണ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്, വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര വനിതാ വർഷമായി 1975 ആചരിക്കുകയും ചെയ്യും. ഇന്ന് 50 വർഷങ്ങൾ പിന്നിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വനിതാ വർഷത്തിൻ്റെ 50-ാം വാർഷികമാണ്. ഓരോ വർഷവും ഓരോ പ്രമേയമുണ്ട്. ഈ 2025-ലെ പ്രമേയം വനിതകൾക്ക് അവകാശങ്ങളും സമത്വം, അംഗീകാരം എല്ലാം വനിതകൾക്കും പെൺകുട്ടികൾക്കും ലഭ്യമാവുക എന്നുള്ളതാണ് ഈ വനിതാ വർഷത്തിൻ്റെ പ്രമേയം. ജില്ലാ നിയോജക മണ്ഡലത്തിലെ ഭാരവാഹികളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ആദ്യമായിട്ട് തന്നെ എൻ്റെ വനിതാ ദിന ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഞാനും നിങ്ങളെപ്പോലെ KSSPAയിൽ തന്നെയുള്ള ഒരു അംഗമാണ്. ഇതുപോലെ തന്നെ ഇങ്ങനെ എവിടെയും ഇങ്ങനെ പോയിട്ട് പ്രസംഗിച്ചോ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പോയി ചെറുതോതിലൊക്കെ ഉള്ളൂ, എന്നാലും ഇങ്ങനെ പോയിട്ട് വലിയ പരിപാടികൾ നടത്തിയിരുന്നൊന്നും ശീലമൊന്നുമില്ല. നമ്മളിൽ ഒരാൾ തന്നെ, നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഞാനും എന്നുള്ളതിൽ യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, എല്ലാവർക്കും ഓരോരോ ദിവസം ഓരോന്നും പ്രത്യേകിച്ച് ഓരോ ദിവസങ്ങൾ നമ്മൾ കൊണ്ടാടുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. ശിശുദിനമുണ്ട്, അധ്യാപക ദിനമുണ്ട്, അതുപോലെ തന്നെ പെൻഷനേഴ്സ് ദിനമുണ്ട്, പരിസ്ഥിതി ദിനം, മാത്തമാറ്റിക്സ് ദിനം, അങ്ങനെ ഒരുപാട് ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നു, ആചരിക്കുന്നു. അതിലും അതുപോലെ തന്നെ ഒരെണ്ണമാണ് ഈ വനിതാ ദിനവും നമ്മൾ ആചരിച്ചു വരുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ കൂടെ നമ്മുടെ അധ്യക്ഷ പ്രാസംഗിക പറയുകയുണ്ടായി, ഇവരെ ആദരിക്കപ്പെടേണ്ട ആൾക്കാരാണ്, അതൊന്ന് ആദരിക്കപ്പെടാൻ അല്ലെങ്കിൽ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ആണ് വനിതാ ദിനം കൊണ്ടാടുന്നത്. ആദരിക്കൽ എന്ന് പറയുന്നത് ഈ ഒരു ദിവസം കൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ടതാണോ? അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും വനിതാ ദിനം ആചരിക്കേണ്ടത് തന്നെയാണ്. എല്ലാ വനിതകളെയും എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ ഒരു കാര്യത്തിന് ആദരിക്കേണ്ടുന്ന വ്യക്തികൾ തന്നെയാണ്. നമുക്കറിയാം, ഒരു കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവിടുത്തെ സ്ത്രീ തന്നെയാണ്, ആ കുടുംബിനി തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യത്തിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതിനെ എല്ലാത്തിനെയും തരണം ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് മാത്രം വനിതാ ദിനം ആഘോഷിച്ച് അല്ലെങ്കിൽ ആചരിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല. എല്ലാ സ്ത്രീകളും എല്ലാ ദിവസവും ആദരിക്കപ്പെടേണ്ടവരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പം മറ്റുള്ള നമുക്കറിയാം, വാലന്റൈൻസ് ഡേ വരെ നമ്മൾ ആഘോഷിക്കുന്നു. ഇപ്പോൾ ഒരാഘോഷത്തിന് ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ സമൂഹം എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെയാണോ? ഒരു കല്യാണം തന്നെ നടക്കുകയാണെന്ന് വിചാരിച്ചോ? പണ്ട് കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് നിശ്ചയം മാത്രം ഉണ്ടാവും. കല്യാണത്തിന് തലേ ദിവസം ആൾക്കാരെ വിളിച്ചു ചേർത്ത് ചെറുതായിട്ടുള്ള ഒരു ആഘോഷം, പിറ്റേ ദിവസം കല്യാണം. ഇന്ന് അങ്ങനെയാണോ? സേവ് ദ ഡേറ്റ് മുതൽ ഹൽദി കല്യാണം, മെഹന്തി കല്യാണം എന്ന് പറഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ സമൂഹത്തിലെ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം പിടിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ആഘോഷം കൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളത്. അല്ലാണ്ട് വേറെ ഒരു കാര്യവും ഇല്ല. സാമ്പത്തികമായിട്ടുള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും അവിടെ നമ്മൾ സമത്വം എന്നുള്ള കാര്യം അംഗീകരിക്കാനും പാലിക്കാനും വേണ്ടിയിട്ട് കുറേ ദിവസങ്ങൾ ഇങ്ങനെ കൊണ്ടാടാൻ വേണ്ടി കണ്ടെത്തുന്നു. അത് ജനങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെയാണ് ഓരോ ദിനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഈ വനിതാ ദിനം എന്ന് പറയുകയാണെങ്കിൽ തന്നെ സ്വാഗത പ്രസംഗം പറഞ്ഞിവിടെ വനിതാ ദിന സമത്വം, സമാധാനം എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകണം, അംഗീകരിക്കപ്പെടണം, ആദരിക്കപ്പെടണം എന്നെല്ലാം പറഞ്ഞു. ഈ സമത്വത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. 1900 മുതൽ ഈ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അംഗീകരിക്കപ്പെടണം, പുരുഷന്മാരുടെ ഒപ്പം തന്നെ എല്ലാ കാര്യത്തിലും സമത്വം വേണമെന്നുള്ള ആവശ്യങ്ങൾ 1900 മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്.
എന്നാലും 1908 ഇത് കൂടുതലായിട്ടും അന്ന് ഒരു സമരം വനിതകളുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കണം, 8 മണിക്കൂർ ജോലിയാക്കണം. അത് ന്യൂയോർക്കിലാണ് തുടങ്ങിയത്. അതിലൊരു പ്രക്ഷോഭം തന്നെ നടന്നു 1908 വനിതകൾക്ക് 8 മണിക്കൂർ ജോലിയാക്കണം, തുല്യമായിട്ടുള്ള ഒരേപോലെ സമാന ജോലിക്ക് സമാന വേതനം കിട്ടണം, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണം, മറ്റുള്ളവർക്കുള്ള പോലത്തെയുള്ള പ്രാധാന്യം പുരുഷന്മാർക്ക് ഒപ്പം തന്നെ പ്രാധാന്യം നൽകണം എന്നുള്ളതിൻ്റെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭം നടന്നു. ആ ഒരു പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ 1911 പ്രത്യേകിച്ചും ഇത് നല്ല നിലയിലേക്ക് മറ്റുള്ള 10-15 രാജ്യങ്ങൾ അംഗീകരിച്ച് അന്ന് 1911 അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഇതിനെ ഫെബ്രുവരി 28 വനിതാ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം 2-3 വർഷം, കുറെ വർഷങ്ങൾ ഇങ്ങനെ മറ്റുള്ള 10-15 രാജ്യങ്ങൾ വനിതാ ദിനം ഫെബ്രുവരി 28 ആചരിച്ചു വന്നു. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടന നല്ല തോതിൽ കൃത്യമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന 1977 ഐക്യരാഷ്ട്ര സംഘടന ഈ മാർച്ച് മാസം 8-ാം തീയതി വനിതാ ദിനം നിർബന്ധമായിട്ടും അവരുടെ നാഷണലിസ്റ്റ് അംഗീകരിച്ചിട്ട് എല്ലാ കൊല്ലവും മാർച്ച് 8 വനിതാ ദിനം ആചരിക്കാമെന്ന് തീരുമാനിച്ചത് 1977 നിർബന്ധമായിട്ടും ഇത് കൊണ്ടുവന്നത്. അതിനുശേഷം എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു വരുന്നു.